ഹായ് മക്കളെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ചൈനയിൽ വന്നിട്ട് ടീച്ചറമ്മ ഒരു ഓസ്മോ പോക്കറ്റ് എന്ന് പറയുന്ന ഓസ്മോ പോക്കറ്റ് 4 എന്ന് പറയുന്ന ഒരു ക്യാമറ മേടിച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ടെസ്റ്റായിട്ട് ഈ വീഡിയോ ഒന്ന് എടുത്ത് നോക്കുകയാണ് കേട്ടോ. ക്ലാരിറ്റിയൊക്കെ ഉണ്ടോ, ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, ടീച്ചറമ്മ ചൈന എങ്ങനെയുണ്ട്, ചൈന വിശേഷങ്ങൾ പറയാം. അപ്പോൾ വ്ളോഗിലൂടെ എനിക്ക് കാഴ്ചകൾ മാത്രമേ കാണിച്ചു തരാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട്. മെയിനായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചൈന എന്ന് പറയുന്നത് ഒരിക്കലും എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നില്ല. അപ്പോൾ നമ്മുടെ പ്ലാറ്റിനം മെമ്പർ ആദ്യമായിട്ട് സംസാരിച്ചപ്പോഴാണ് ചൈനയിലെ ഒരുപാട് ബിസിനസ് സാധ്യതകൾ മനസ്സിലാകുന്നതും, അതുപോലെ തന്നെ ചൈനയിൽ നമുക്ക് നമ്മുടെ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെയാണ് മെയിനായിട്ട് നമ്മൾ ചൈനയിലേക്ക് വന്നത്. അപ്പോൾ ചൈനയിൽ വന്നതിന് ശേഷം പിന്നെ ആദ്യം നമ്മൾ എന്താ പറയുക, കുറച്ച് അങ്ങനെയുള്ള ഷോപ്പിംഗ് പർപ്പസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഗോങ്ഷുവിലുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ബീജിങ്ങിൽ വന്നു. ഇപ്പോൾ ബീജിങ്ങിലാണുള്ളത്. മൊത്തത്തിൽ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചൈന ഭയങ്കര വലിയ രാജ്യമാണ്. നമുക്ക് എന്താ പറയുക, ഒരു 10 ദിവസം കൊണ്ടൊന്നും ഓടി നടന്ന് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു രാജ്യമല്ല. അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും വരേണ്ട ആവശ്യമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വന്നപ്പോൾ തന്നെ മനസ്സിലായി ഇത്രയും ദിവസം കൊണ്ടൊന്നും നമുക്ക് ഒരു വലിയ കടലാണ് കേട്ടോ. അത്രയും ദിവസം കൊണ്ട് നമുക്ക് കണ്ടു തീർക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെയും വീണ്ടും വരണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വന്നു. ഇവിടെ ഞാൻ കണ്ട പ്രത്യേകതകൾ എന്ന് പറയുമ്പം വളരെ നല്ലൊരു രാജ്യമാണ്. ഇവിടുത്തെ ആളുകളുടെ പെരുമാറ്റം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. ഹിന്ദു എന്നാണ് അവർ പറയുന്നത്. നമ്മൾ പറയും യു ആർ ഫ്രം, നമ്മൾ പറയും ഇന്ത്യ, ഓ ഹിന്ദു. അപ്പോൾ നമ്മൾ ഹിന്ദു എന്നാണ് അവർ നമ്മളെ പറയുക. വലിയ സ്നേഹമാണ് കേട്ടോ മൊത്തത്തിൽ. അല്ലേ കണ്ണ? എല്ലാവരോടും പിന്നെ കണ്ണമോൻ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ പിന്നെ കണ്ണമോനെ കാണുന്നില്ലല്ലോ. ഹായ്. യെസ്, ഹായ്. ഇന്ത്യ, പക്ഷെ ചൈന അടിപൊളിയാണ്. ഭയങ്കര ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത്രയും ഫ്രണ്ട്ലി ആയിരിക്കും ആളുകളൊക്കെ. ഭയങ്കര സൂപ്പറാണ് ആളുകൾ. എല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും, ഭയങ്കര സ്വീറ്റാണ്. ഏത് കാര്യം അവർ വളരെ ഈസി ആയിട്ടുണ്ട്. ഇപ്പം എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പോലും അവർ വളരെ ഈസി ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. വളരെ സ്വീറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും. കൂടുതലും പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത്, ഇവിടെ ഞാൻ വന്നപ്പോൾ നമ്മൾ 90% പെണ്ണുങ്ങളാണ്. എല്ലായിടത്തും പെണ്ണുങ്ങളാണ്. ഇപ്പം മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ഹോട്ടൽ സ്റ്റാഫ് ആയിക്കോട്ടെ, എല്ലാം ഹോട്ടൽ റിസപ്ഷൻ ആയിക്കോട്ടെ, എല്ലാം സ്ത്രീകളെ, എല്ലാം ബിസിനസ് ഓണ്ടർപ്രണേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും സ്ത്രീകളാണ്. ഒരുപാട് സ്ത്രീകൾ ബിസിനസ് മേഖലയിലുണ്ട് എന്നുള്ളതാണ് ആൾ പറയുന്നത്. അപ്പോൾ പിന്നെ ഞാൻ കണ്ണമ്മനോട് പറഞ്ഞു, വിടാ നീ ഒരു കാര്യം ചെയ്യും. ഇപ്പോൾ BBA പഠിച്ചുകൊണ്ടിരിക്കുക, BBAയുടെ ലാസ്റ്റ് എക്സാമും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, നീ MBAക്ക് ചൈനയിൽ പോയോ, നീ ഇവിടെ നിന്ന് പിന്നെ MBA ചെയ്യാനൊക്കെ പറഞ്ഞു. അപ്പോൾ ആളിങ്ങനെ ഒരു പകുതി മനസ്സിലൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നോക്കാം. പിന്നെ MBA ചൈനയിൽ ചെയ്യാൻ ആൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഓക്കെയാണോ. എനിക്ക് എപ്പോഴും എന്താ പറയുക, നാട്ടിൽ നിന്ന് ഇവൻ പഠിക്കണമെന്നുള്ളതായിരുന്നു ആഗ്രഹം. പക്ഷേ അച്ഛനാണ് പറഞ്ഞത്, നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഒരു ഉത്തരവാദിത്വ ബോധം വരില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ നിന്നാൽ വരാത്തത് കൊണ്ടല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം കൂടെ നിന്ന് ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യാണ്, BBA കഴിഞ്ഞ് അവൻ ഏതെങ്കിലും ഓൺലൈനായിട്ടൊക്കെ MBA എടുക്കട്ടെ, നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി നടത്തട്ടെ എന്നുള്ളത് വിചാരിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, പിള്ളേർക്കൊരു കാര്യഗൗരവം വരില്ല, അവർക്കൊരു ഉത്തരവാദിത്വം വരില്ല. ഒരു ജോലിയൊക്കെ കിട്ടി ഒരു എക്സ്പീരിയൻസ് ഒക്കെ വന്നെങ്കിൽ അവർക്ക് നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി നടത്താനുള്ളൊരു പ്രാപ്തി വരത്തുള്ളൂ. ഇല്ലെങ്കിൽ അവർക്ക് ഉഴപ്പന്മാരും മടിയന്മാരും ആവും. അങ്ങനെ ഞാൻ വിചാരിച്ചു, ഓക്കെ എന്നാൽ പിന്നെ എന്തായാലും MBAക്ക് ദൂരെ എവിടെയെങ്കിലും വിടാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തി. എന്താണെങ്കിലും ചൈനയിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവൻ അവിടെ MBA ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ മക്കളെ, ഞാൻ രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണ് നമ്മുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. പിന്നെ രാത്രിയാവും ഇവിടെ വരുമ്പോൾ. ഇവിടെ നാട്ടിലെ 7:30ക്കാണ് നമ്മുടെ ടീനേജ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 7:30 എന്ന് പറയുമ്പോൾ ഇവിടെ സമയം 10 മണിയാണ്. ഇവിടെ 10 മണിക്ക് ടീനേജ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രാത്രി നമുക്ക് കണ്ടിന്യൂസ് ക്ലാസ്സാണ്. ഇവിടുത്തെ 12:30 ക്ലാസ് തീരുമ്പോൾ. പിന്നെ കട്ടിൽ കാണേണ്ട താമസം, ഉറക്കമാവും. അതുകൊണ്ടാണ് എനിക്ക് ലൈവ് വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ പറ്റാതെ നിന്നാലും ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ ലൈവൊക്കെ വരുന്നതും ഞാൻ വ്ളോഗൊക്കെ നിങ്ങളോട് എന്നും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ വീട്ടിലെ വൈഫൈയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പിന്നെ വീഡിയോസൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് നമുക്ക് അപ്ലോഡ്. അപ്പോൾ ഇവിടെ ഓട്ടപ്പാച്ചിലും അതിനിടയ്ക്ക് ഹോട്ടലിൽ നിന്ന് അധികം സമയം ഹോട്ടലുണ്ടാവില്ല, വന്നൊന്ന് ഉറങ്ങാൻ വേണ്ടി മാത്രം ആ ഹോട്ടലിൽ വരുമ്പോൾ പുറത്തൊക്കെ ആകുമ്പോൾ റേഞ്ചിൻ്റെ ഇഷ്യൂസൊക്കെ വെച്ചിട്ടാണ് എനിക്ക് എന്നും വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടും ഇടാൻ പറ്റാതെ പോയി. എന്നാലും ഞാൻ മാക്സിമം ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ വീഡിയോസ് കണ്ടു നല്ല അഭിപ്രായമൊക്കെ പറയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും കണക്റ്റഡ് ആയിരിക്കുക. ടീച്ചർമാർ
പിന്നെ നാട്ടിലെത്തിയതിന് ശേഷം പ്രോപ്പറായിട്ട് ലൈവും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. എല്ലാവരും സന്തോഷമായിരിക്കും. എനിക്ക് എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെപ്പോഴും നല്ല സന്തോഷമായിട്ടിരിക്കുക. നമ്മുടെ ചിന്തകൾ പോസിറ്റീവാക്കി നമ്മളെപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച കിട്ടും. ഞാൻ എൻ്റെ ലൈഫിൽ ഒരു 38 വർഷം കരഞ്ഞ് ജീവിച്ച ആളാണ്, നിങ്ങൾക്കറിയാലോ. അത്രയും നെഗറ്റീവായിട്ടിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് ഞാൻ പോസിറ്റിവിറ്റിയിലേക്ക് എത്തിയപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടായത്. അപ്പോൾ നമ്മുടെ സിൽവർ ക്ലാസ്സിൻ്റെ പുതിയ ബാച്ച് മെയ് മാസത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നും കൂടെ അഡ്മിഷൻ ഉണ്ടാകണം. ഇന്നും കൂടെ അഡ്മിഷൻ ഉണ്ട്. പിന്നെ നാളെ മുതൽ അഡ്മിഷൻ ക്ലോസ് ആവുകയാണ്. പിന്നെ ഈ മാസം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അടുത്ത മാസമായിരിക്കും. ഓരോ മാസവും നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിൻ്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല റിസൾട്ടാണ് സ്റ്റുഡൻസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ടീച്ചർമാർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് എല്ലാവർക്കും നല്ല റിസൾട്ട് ഉറപ്പായിട്ടും ലഭിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ചൈനയിൽ നിന്നുള്ള വിശേഷങ്ങൾ.